ആദ്യമേ പറയട്ടെ, എല്ലാ സഹകരണ മേഖലയും സംരക്ഷിക്കണമെന്നാണ്, ആ നിലപാടാണ് മുസ്ലിം യൂത്ത് ലീഗിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ഉള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ റൂറൽ ബാങ്കിലേക്ക് സമയമെടുത്തുകൊണ്ട് കാലമെടുത്തുകൊണ്ട് ഈ ബാങ്കിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത്, ഒരു സമര പ്രഖ്യാപനം നടത്തുന്നത് എന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരു സംശയമുണ്ടെങ്കിൽ, കുറെ കാലങ്ങളായി, വർഷങ്ങളായി ഈ ബാങ്കിൽ അഴിമതി നടക്കുന്നു എന്ന് കൂടെ കിടന്നവനെ രാപ്പനിയോ അറിയൂ എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ തന്നെ കുറെ കാലങ്ങളായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. 10 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ഭരണം നടക്കുമ്പോഴും ഈ അഴിമതിയുടെ ചില പൊട്ടലും ചീറ്റലും ഈ മണ്ണാർക്കാടിന്റെ പ്രദേശങ്ങളിൽ കേൾക്കുന്നുണ്ട്. അതിലൊന്നും കക്ഷിയാകാതെ യൂത്ത് ലീഗ് മുന്നോട്ട് പോകുമ്പോ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി എം ലിജുവിന് അദ്ദേഹത്തിന്റെ ടേബിളിന്റെ മുമ്പിലേക്ക് കുറച്ച് പരാതികൾ വന്നു. ആ പരാതികൾ എന്ന് പറയുന്നത്, റൂറൽ ബാങ്കിൽ വിവിധങ്ങളായ ഇടങ്ങളിൽ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ള പരാതികളാണ്. തെളിവ് സഹിതം മന്ത്രി ലിജുവിന്റെ അടുത്തേക്ക് എത്തുന്നത്. മന്ത്രി അത് ഉത്തരവിട്ടു, അത് അന്വേഷണം നടത്താൻ. അപ്പോഴും യൂത്ത് ലീഗിന്റെ സമരമുറ ആരംഭിച്ചിട്ടില്ല, സമര പ്രഖ്യാപനം നടത്തിയിട്ടില്ല. പിന്നെ എപ്പോഴാണ് യൂത്ത് ലീഗ് ഇതിനൊരു സമരവുമായി മുന്നോട്ട് പോകണമെന്ന് തയ്യാറെടുത്തതെന്ന് ചോദിച്ചാൽ, ആ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ റൂറൽ ബാങ്കിന്റെ സമിതി ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. ആ വാർത്താ സമ്മേളനം വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും, ആ വാർത്താ സമ്മേളനത്തിൽ ഈ ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടത്, മന്ത്രി ലിജുവിന് കിട്ടിയ പരാതി ഫർണിച്ചറിൽ അഴിമതിയുണ്ട്, ഭൂമി വാങ്ങിയതിൽ അഴിമതിയുണ്ട്, പ്രസിഡന്റിന്റെ വ്യാജ പ്രസിഡന്റാണ്, ഇങ്ങനെ തുടങ്ങിയ അഴിമതിയുടെ കെട്ടുകെട്ട് കടക്കാണ് 2023-24 വർഷത്തെ സൈറ ബാനുവിന്റെ റിപ്പോർട്ടാണ്. അത് അഴിമതിയാണ് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയുള്ള പരാതി കൊടുക്കുമ്പോ ഒരു ഭരണസമിതി ആ പരാതിക്ക് തെളിവ് സഹിതമാണ് മറുപടി പറയേണ്ടത്. അതിന് പകരം ഈ ഭരണസമിതി പറഞ്ഞത്, ഞങ്ങൾക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ മണ്ണാർക്കാട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതാണോ ഞങ്ങൾക്ക് ആവശ്യം? ഞങ്ങൾക്ക് ആവശ്യം, ഒന്നാമത് പറഞ്ഞത്, ഈ മണ്ണാർക്കാടിന്റെ ഭൂമി വാങ്ങിയത് ന്യായവിലക്കപ്പുറത്താണ്, കോടികൾ കൊടുത്തിട്ടാണ് ഭൂമി വാങ്ങിയത്, അതിൽ അഴിമതിയുണ്ട് എന്ന് പറയുമ്പോ സുതാര്യമായി നടക്കുന്ന ഭരണസമിതിയാണെന്ന് പറയുന്ന ഇവർ ചെയ്യേണ്ടത് തെളിവ് സഹിതം വന്നുകൊണ്ട് ഈ ജനങ്ങളോട് പറയേണ്ടിയിരുന്നു, ഞങ്ങൾ ഈ വാങ്ങിയ വില ന്യായവില കൊടുത്തിട്ടാണ് വാങ്ങിയതെന്ന് പറയാൻ ഇവർക്ക് എന്തേ തന്റെ ഇടമില്ലാതിരുന്നത്? ഈ ഫർണിച്ചർ 9 കോടിയുടെ ഫർണിച്ചർ മണ്ണാർക്കാട് റൂറൽ ബാങ്കിന്റെ സഹകരണ ബാങ്കിലും ശാഖയിലും ഉണ്ടെന്ന് പറയുമ്പോഴും എന്തേ അവർ കടലാസ് കൊണ്ട് കാണിച്ചുകൊണ്ട് ഇതാണ് അതിന് തെളിവെന്ന് പറയാതിരുന്നത്? മണ്ണാർക്കാടിന്റെ മുൻ സെക്രട്ടറി, ഞാൻ ആരെയും പേരെടുത്തുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് പ്രോഗ്രാമിന് 1.5 കോടി രൂപയാണ് സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഇവിടെ കൊണ്ടുപോയതെന്നറിയുമ്പോ, ഒരു വീട് വെക്കാൻ 10 ലക്ഷമാണോ വേണ്ടത്? 15 വീട് വെച്ച് കൊടുക്കാം. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് പ്രോഗ്രാമിന് 15 വീട് വെച്ച് കൊടുത്തൂടെ? അതിനു പകരം കായകരെ കൊടുന്ന് സ്റ്റേജ് കെട്ടി കോപ്രായം കാട്ടിക്കൊണ്ട് പാവപ്പെട്ടവന്റെ സഹകരണ സ്ഥാപനത്തിലുള്ള പൈസ കേൾക്കാൻ നോക്കുമ്പോ അതിനെതിരെ ശബ്ദമുയർത്താൻ യൂത്ത് ലീഗ് ഉണ്ടാകും. അതിനൊരു ഭരണത്തിലെ തണലും ഞങ്ങൾക്ക് വേണ്ട. പിന്നെന്താ പറഞ്ഞത്? RSSന്റെ നാവുള്ള, സംഘപരിവാറിന്റെ മനസ്സുള്ള ഒരു ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാവ് ഉണ്ടല്ലോ, ആ ജില്ലാ നേതാവ് ഇന്നലെ പറയാണ്, എന്തേ ഈ UDYF എന്നുള്ള രീതിയിൽ ഇവിടെ സമരം നടത്താത്തതെന്നാ? നിങ്ങൾ കണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ, യൂത്ത് ലീഗിന്റെ സമര പോരാട്ടത്തിന്റെ യുവനങ്ങൾ കടന്നു വരുമ്പോ അതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം ഉയർച്ചത് എന്റെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരാണ്. അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ അറനല്ലൂരിലേക്ക് ഒരു മാർച്ച് നടത്തിയല്ലോ, ആ അറനല്ലൂരിലേക്ക് മാർച്ച് നടത്തിയപ്പോ നിങ്ങൾ LDYFന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. നിങ്ങളൊരു സെക്രട്ടറി അഴിഞ്ഞാടാൻ വിട്ടിട്ടുണ്ടല്ലോ. ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം, ഞങ്ങളുടെ മന്ത്രിയുടെ തലക്ക് മുകളിലേക്ക് നിങ്ങൾ